Star Jam with RJ Sean. കേരളം മൊത്തം കള്ളന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്റെ കൂടെ ഉള്ളത് മറ്റുള്ളവരുടെ ശബ്ദം കട്ടെടുത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഹിസ് നെയിം ഇസ് ടിനി ടോം. എന്താണ് ടിനി ടോമിന് അറിയാവുന്ന കള്ളൻ കഥകൾ എന്തൊക്കെയാണ്? കള്ളനെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ജയിലുകളിലെ പ്രോഗ്രാമിന് പോകുന്ന ആളല്ലേ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിട്ടുണ്ട്, കോഴിക്കോട് ജയിലിൽ പോയിട്ടുണ്ട്. കള്ളന്മാരുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ അവിടുത്തെ ഒരു ജയിലിലെ ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ അവസ്ഥ എന്താ? ഞാൻ കണ്ണൂർ പോയത് അവരുടെ ഒരു ആനിവേഴ്സറി ഇതിനായിരുന്നു. അന്ന് അവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശസ്തരായ ഇന്നത്തെ കൊലപാതക കേസിൽ അവരൊക്കെയാണ് എന്റെ സംഘാടകർ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ വിചാരിക്കുക എങ്ങനെ ഒരു കൊലപാതകം നടത്തി എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോലീസുകാർ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഒരിക്കലും അവർക്ക് ഫോൺ നമ്പർ കൊടുക്കരുത്. ഇവിടുന്ന് ചാടി കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് നിങ്ങളായിരിക്കും, നേരെ വീട്ടിലേക്കായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ പലരും ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തില്ല. ഇവര് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കരിക്കിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു തേങ്ങാ കള്ളൻ സ്പീഡിൽ തെങ്ങിലേക്ക് കയറി പെട്ടെന്നിട്ട്. അപ്പൊ ഇതൊക്കെ പ്രൊഫഷണൽസ് ആണ്. പുള്ളിയുടെ ജോലി കരിക്കിടുകയാണ്. കരിക്കുകയെന്ന് അവർ തന്നെ ഒഴിച്ചു തരുന്നു. അന്ന് അവിടുത്തെ സംഘാടകർ ഇവരൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരെല്ലാവരും ഒരു നല്ല മനുഷ്യനും കുഞ്ഞുങ്ങളും ഉണ്ട്. അവരെല്ലാം നല്ല തമാശകൾ പറയുന്ന ആൾക്കാരും. അവരുടെ ഇടയിൽ ഒരു ഹീറോ ഉണ്ട്, തമാശ പറയുന്ന ഒരാൾ. കള്ളൻ എന്ന വാക്കിനോട് എന്താണ് ടിനി ടോമിന്റെ ഒരു അപ്രോച്ച്? ബൈബിളിൽ പോലും പറയുന്നു നല്ല കള്ളൻ എന്ന് പറയുന്നുണ്ട്. കാരണം കർത്താവിന്റെ അപ്പുറത്തും ഇപ്പുറത്തുണ്ടായിരുന്നത് കള്ളന്മാരായിരുന്നു, 2 കള്ളന്മാരായിരുന്നു. അപ്പോ ദൈവത്തിന്റെ അടുത്ത് പോലും കള്ളന്മാരുണ്ടാകുന്നതിന് കാരണം അവർക്കൊരു നല്ലൊരു മനസ്സുള്ളതുകൊണ്ടായിരിക്കും. ആണോ? ഒരു കള്ളനെ മറ്റൊരു കള്ളനെ മനസ്സിലാവുമെന്നാണ് ബൺ ടീച്ചർ പറഞ്ഞത്. ആ സിദ്ധാന്തത്തിനോട് എന്താണ് തോന്നുന്നത്? അല്ല, കള്ളന്മാരെ പോലീസുകാരാക്കുക. അവർക്ക് തീർച്ചയായിട്ടും ബൺ ടീച്ചർ ഡിറ്റക്റ്റീവായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഷണം നടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നടത്തിയത്, ആരാണ് നടത്തിയെന്നവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പോയി പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ തലപ്പത്ത് കൊണ്ടൊന്ന് നിർത്തുക. കള്ളൻ കപ്പലിൽ തന്നെ അല്ലെങ്കിൽ താക്കോല് കള്ളന്റെ തന്നെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. എപ്പോഴെങ്കിലും ലൈഫിൽ കട്ടിട്ടുണ്ടോ? കട്ടിട്ടില്ല. കള്ളന് കഞ്ഞി വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ആരും പേരൊന്നും പറയുന്നില്ല. പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശിന് കട്ടതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ മേടിച്ചു തരും. സ്കൂളിൽ പഠിക്കുമ്പോൾ ലക്ഷറി എന്താണെന്ന് അനുഭവിച്ചറിയുന്ന അന്നാണ്. സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ ഉടനെ സൈക്കിൾ മേടിച്ചു തരും. ഷൂ അവൻ എന്നോട് ഭയങ്കര ഇഷ്ടം, ഷൂ മേടിച്ചു തരും. പിന്നെ ഇതിങ്ങനെ കാര്യങ്ങൾ കിട്ടാന്നപ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെ സംശയിച്ചു ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെയാണ് അറിഞ്ഞത് അവൻ വീട്ടിൽ നിന്ന് കണ്ടു തന്നെ കാശായിരുന്നു. ആ ഒരു കളവ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കള്ളനല്ല, എൻ്റെ കൂടെ കള്ളനെ കഞ്ഞി വെച്ചവനാണ്. പേര് ടിനി ടോം. ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫൺ. സ്റ്റാർ ജാം. ടിനി ടോമിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി സർ? റെഡി. യു ആർ അണ്ടർ അറസ്റ്റ്. നായകന്റെ കൂട്ടുകാരനായി വളരെ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്യുന്നു. ബട്ട് നായകന്റെ കൂട്ടുകാരനായിട്ട് മാത്രമേ ടിനിയെ പരിഗണിക്കുന്നുള്ളൂ എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലും ഇല്ല. അത് അങ്ങനെ പരിഗണിക്കുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നായകന്റെ കൂട്ടുകാരനാക്കാൻ കൊള്ളാവുന്നവനായി മാറിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ പരിഗണന. മലയാള സിനിമയിലെ തമാശകൾ പോലും ഇപ്പൊ ചിരിക്കാൻ പറ്റുന്നില്ല, ശരിയാണോ? അത് തെറ്റാണെന്ന് തോന്നുന്നു. കാരണം കോമഡിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കുമ്പോഴാണ് ഒരു സബ്ജക്റ്റിലൂടെ പോകുമ്പോൾ. എത്ര കാലമായി പൊട്ടിച്ചിരിച്ചിട്ട് മലയാള സിനിമ കണ്ടിട്ട്? ഡാദടിയ അതുപോലുള്ള പടങ്ങൾ, പിന്നെ ബാബുട്ടിയൊക്കെ കാണുമ്പോൾ ചില അംശങ്ങൾ കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കാറുണ്ട്. പണ്ടൊരു റാംജി റാവു കണ്ട് പൊട്ടിച്ചിരിച്ച പോലെ, ഒരു ഇൻഹരിയർ നഗർ കണ്ട് പൊട്ടിച്ചിരിച്ച പോലെ. എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് കൂടി. ഇപ്പൊ ഹിന്ദിയിൽ ഉള്ള ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ കോമഡി കണ്ടിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കേരളത്തിലെ എന്ത് നല്ലതുണ്ടെങ്കിലും നല്ല കശുവണ്ടി, നല്ല കുരുമുളക്, അതുപോലെ നല്ല കോമഡി, നല്ല നടിമാര് എല്ലാം എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലെ ചാൻസ് ചോദിച്ചിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ടോ? ഇല്ല. വളരെ കുറച്ച് പേരെടുത്ത് ചോദിച്ചിട്ടുള്ളൂ, അത് കിട്ടിയിട്ടില്ല. അതെന്താ ചാൻസ് ചോദിക്കാൻ മടിക്കുന്നത്? അത് ഞാനൊരു ക്രിയേറ്റർ ആയിരുന്നു, ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചാൻസ് ചോദിക്കാൻ വരുന്നവരോട് എനിക്ക് തോന്നുന്നൊരു ഇറിറ്റേഷൻ ഉണ്ട്, എനിക്കൊരു വിഷമമുണ്ട്, എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മറ്റുള്ളവർക്കും തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ടും ചാൻസ് ചോദിച്ചിട്ടില്ല. 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, അവർ തന്നിട്ടില്ല. പിന്നെ കാര്യമായിട്ടൊന്ന് ചോദിച്ച ആളാണ് രഞ്ജിത്ത് സാർ, അദ്ദേഹം തരുകയും ചെയ്തു. എങ്ങനെ ചോദിക്കുക? അപ്പോൾ ഞാൻ രഞ്ജിത്ത് സാറിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അതായത് എൻ്റെ ശരീരം ഉപയോഗിച്ചു, എൻ്റെ ശബ്ദം ഉപയോഗിച്ചു, എൻ്റെ മുഖം കൂടി ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അത് പ്രാഞ്ചേട്ടനിലൂടെ സ്വായത്തമാക്കി. സിനിമ നമ്മുടെ അടുത്തേക്ക് വരില്ല, നമ്മൾ സിനിമയുടെ അടുത്തേക്ക് പോകണം. ഇതിൽ ഏതെടുക്കും? നമ്മൾ സിനിമയുടെ അടുത്തേക്ക് പോയാലും നമ്മുടെ സമയമാണെങ്കിൽ സിനിമ നമ്മൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് സിനിമ നമ്മൾ എടുക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്തെ നമ്മൾ സിനിമയിൽ എടുക്കുകയുള്ളൂ. എന്റെ കൂടെ ഉണ്ട് ടിനി ടോം ഓൺ ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. ടിനി ടോമിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി സർ? റെഡി. യു ആർ അണ്ടർ അറസ്റ്റ്. എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, കോമഡി ഷോ ആയാലും റിയാലിറ്റി ഷോ ആയാലും എവിടെയോ ഒരു ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ് ദ ലെവൽ, തമാശയ്ക്ക് വേണ്ടി ഒരു തമാശ? അത് ബിസിനസ്സായി മാറി. ഇപ്പൊ കോമഡി എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെ ഞെക്കിക്കൊല്ലൂലേ, അതുപോലെ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്നത് അങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് ഈ താറാവിനെ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊടുക്കേണ്ട രീതിയിലാണ് ഇടേണ്ടത്, ഷുഗറൊക്കെ ഇടേണ്ടത് അതിന്റെ രീതിയിലാണ്. ഇട്ടിട്ട് കഴിക്കും, ആ കഴിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ ഒരു വീക്ഷണം പറയട്ടെ. ഡെയിലി രാത്രി 8 മുതൽ 9 വരെ 4 ചാനലിലും 4 സ്കിറ്റ് വീതം 16 സ്കിറ്റ്. ഇനി
നിങ്ങൾക്കൊക്കെ സ്റ്റേജിൽ കയറി ഏതെങ്കിലും സ്കിറ്റ് കാണിച്ച് കയ്യടി മേടിക്കാൻ പറ്റും തോന്നുന്നുണ്ട്? അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്കിറ്റ് പരിപാടികൾ നിർത്തി. ഇപ്പൊ എറണാകുളത്ത് ഇറങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിലുള്ള ഒരാളെ കൂട്ടിമുട്ടും. അപ്പൊ ആ വിധത്തിലാക്കി. അതൊരു ബിസിനസിന്റെ തന്ത്രം മാത്രമാണ്. ഇതൊരു ആസ്വാദനത്തിൽ നിന്നും കച്ചവടത്തിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടിനി ടോം ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ മിമിക്രി പഠിച്ച ഒരാളാണ്. എന്താണ് മിമിക്രിയെ കുറിച്ച് കൂടുതൽ പഠിച്ചത്? അല്ല, മിമിക്രിന് യഥാർത്ഥ മീനിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ ഹൂ ഇമിറ്റേറ്റ്സ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഡെഫിനിഷനില്ല. ശരിക്കും ഒരു ബയോളജിയിൽ ഒരു ഇതാണ് വരുന്നത്. എന്താ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാണികൾ വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ചെറിയ ചെടികൾ ചില രൂപത്തിലായി മാറും, ചില പ്രാണികളായിട്ട് മാറും. അതിനാണ് മിമിക് എന്നൊരു ബയോളജിക്കൽ നെയിമാണ്. അതിൽ നിന്നാണ് മിമിക്രി വന്നിരിക്കുന്നത്. റിസർച്ച് ചെയ്യാൻ മാത്രമൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒബ്സർവേഷന്റെ ഭാഗമാണ് മിമിക്രി. മമ്മൂക്ക അംബേദ്കറായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചേഷ്ടകൾ അനുകരിക്കായിരുന്നു. അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് മതിലുകളിൽ വന്നപ്പോൾ മിമിക്രിയുടെ ഒരു ഏഡ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒബ്സർവേഷന്റെ ഭാഗമാണത്. ഒരാളെ അതായത് പഠിക്കണമെങ്കിൽ മിമിക്രി അതൊരു ശരിക്കും ഒരു എക്സസൈസ് ആണ്. കഥകളിയും കൂടിയാട്ടമൊക്കെ ചെയ്യുമ്പോൾ കളരി ചെയ്യുന്നത് പോലെ, മെയ് വഴക്കിയെടുക്കുന്നത് പോലെ നമ്മളെ വഴക്കിയെടുക്കുന്ന ഒരു ആക്ടറിന്റെ വഴക്കിയെടുക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് മിമിക്രി. മിമിക്രി എന്ന് പറഞ്ഞാൽ കോമഡി എന്നാണോ അർത്ഥം? അല്ല, ഒരിക്കലും അല്ല. ഒരാളെ അനുകരിച്ച് കാണിക്കുമ്പോൾ ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയും സീരിയസ് ആയിട്ട് കാണിച്ചാൽ അത് ചിരിക്കാനുള്ള വകയുണ്ടാവും. അല്ല, വീക്ക്നെസ്സിലാണ് നമ്മൾ പിടിക്കുന്നത്. ഇപ്പൊ അച്യുതാനന്ദൻ പറയുമ്പോൾ ഓ മൈ പംകിൻ പംകിൻ ഹലോ ഹണി ബണ്ണി ടോക്കോ ടോക്കോ, ഇതെന്താ ചെയ്തിരിക്കുന്നത്? അച്യുതാനന്ദൻ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് പുള്ളി പാടി, പുള്ളിയുടെ ശൈലി തന്നെ. ഒന്നും സീരിയസ് ആയിട്ടാണ് ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എൻ്റെ കൂടെ ഉള്ളത് ടിനി ടോം ആണ്. ടാൻ കണക്കിന് ഫാൻ. സ്റ്റാർ ജാം. Star Jam with RJ Sean. ടിനി ടോം ആയിരുന്നു ഇന്ന് എന്റെ കൂടെ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. How was Star Jam? എന്താ പറയാ, നമുക്കൊരു വേറൊരു എനർജി ലെവലിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ജീവിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത്. ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ലോകത്തിനെ ചിരിപ്പിച്ച 1-2 ആൾക്കാരുടെ പേര് പറയാം. ഇവരിൽ നിന്ന് ടിനി ടോം എന്ത് പഠിച്ചു എന്ന് പറയണം. ചാർലി ചാപ്ലിൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത്. ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാർ ഒരു വിസ്മയമാണ്. ക്യാരക്ടറിൽ നിന്ന് ക്യാരക്ടറിലേക്ക് മാറുന്ന ലോകത്തിൽ ഒരാളുണ്ടാവുള്ളൂ. കാരണം ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്യുമ്പോൾ ഗോൾഡൻ പാപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ട് മഹാറാണി തന്നെ മറ്റൊരു റൂമിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ രാജസേനന്റെ പടത്തിലെ വേറൊരു ക്യാരക്ടറായി മാറുകയാണ്. പിന്നെ അദ്ദേഹം ആലപ്പുഴയിൽ പോകുന്നു, വെനീസിലെ വ്യാപാരിയിലെ വേറൊരു ക്യാരക്ടറാകുന്നു. വീണ്ടും ആ മാസം അവസാനം വീണ്ടും തിരിച്ചെത്തുമ്പോൾ ഗോൾഡൻ പാപ്പനായി മാറുന്നു. അങ്ങനെ ഒരു വിസ്മയം എനിക്ക് തോന്നുന്നു ലോകത്തൊരാളുണ്ടാവുള്ളൂ. ടിനി ടോം ഇപ്പോൾ ഒരു ആക്ടറാണ്. പണ്ട് ഒരുപാട് ഇൻസൾട്ട്സ് ലൈഫിൽ കിട്ടിയിട്ടുണ്ട് ആസ് എൻ ആക്ടർ. അതെ അതെ. അന്ന് ഇൻസൾട്ട് ചെയ്തവരൊക്കെ ഇല്ല, 1-2 പേരൊക്കെ ഉള്ളൂ. അവരൊക്കെ ഇന്ന് കാണുമ്പോൾ എന്താ പറയുന്നത്? കാലചക്രം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ. എന്റെ അടുത്ത് അന്ന് ഇൻസൾട്ട് ചെയ്ത ഒരാൾ ഈ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ഡേറ്റ് വെച്ചു. അടുത്ത നവംബറിൽ നിന്റെ ഡേറ്റ് വേണം കേട്ടോ. അപ്പൊ ഞാൻ തന്നെ രഞ്ജിത്ത് സാറിനെ വിളിച്ച് പറഞ്ഞു, ഈ പറഞ്ഞ കക്ഷി എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചു. അപ്പൊ എനിക്ക് മുകളിൽ ദൈവം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലെ ഹീറോസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അതെ അതെ. സ്റ്റോപ്പ് ചെയ്യുന്നത് ടിനി ടോം ഹീറോ ആയി എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതെ അതെ. സോ വാട്ട് ഡു യു തിങ്ക്? എന്നിലുള്ള ഹീറോനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ജനങ്ങൾ തന്നെയാണ്. എന്നെ ഇതുവരെ എത്തിച്ചതും ജനങ്ങളാണ്. ഞാനൊരു വലിയ ഫിലിം സ്റ്റാർസിന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിലൊന്നും വന്ന ഒരാളല്ല. അമ്പലപ്പറമ്പുകളും പള്ളിപ്പറമ്പുകളിലൂടെയും സാധാരണ ജനങ്ങളെ ചിരിപ്പിച്ച് വന്ന് അവർ ഏറ്റെടുത്താണ് എന്നെ ഇവിടം വരെ സിൽവർ സ്ക്രീനിൽ വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെയാണ് ഇനി എന്നെ താങ്ങേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കടപ്പാട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും അവരോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. അവരുടെ പ്രാർത്ഥനയാണ് ഇനിയും എനിക്ക് വേണ്ടത്. ടിനിയുടെ മൂവി പോസ്റ്റേഴ്സിൽ എഴുതി കാണിക്കുന്ന പോലെ തിയേറ്റേഴ്സിലും ഹൗസ്ഫുൾ ആവട്ടെ. അതെ, ഇത് ഇനി ഒരു ഒറ്റ പേടി മാത്രമേ ഉള്ളൂ. ഹൗസ്ഫുൾ എന്നുള്ള ബോർഡ് കണ്ടിട്ട് തിയേറ്റർ ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ആരും തിരിച്ചു പോകരുത്. അത് സിനിമയുടെ പേരാണ്. അത് സിനിമയുടെ പേരാണ്, ഹൗസ്ഫുൾ. താങ്ക് യു സോ മച്ച് വന്നതിന്. താങ്ക് യു. ടൺ കണക്കിന് ഫൺ.